ആയിട്ട് ചർച്ച ചെയ്യും. ഞങ്ങളുടെ പാർട്ടി നേതൃത്വമായിട്ട് ചർച്ച ചെയ്യും. അതിനുശേഷം നാളത്തെ കഴിഞ്ഞാൽ 27-ാം തീയതി അത് ഫൈനലാവും. അത് കഴിഞ്ഞാൽ കോൺഗ്രസ് അതിന്റെ സ്ഥാനാർത്ഥി ചർച്ചകളുമായിട്ടുള്ള നടപടിക്രമങ്ങൾ 27-ാം തീയതി ആരംഭിക്കും. അതിൽ മൂന്നാം സീറ്റ് എന്നുള്ള വാദം കോൺഗ്രസ് അംഗീകരിക്കുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? അല്ല, അതൊന്നും ഇപ്പൊ നമുക്ക് ഈ 27-ാം തീയതി കഴിയാതെ പറയാൻ പറ്റില്ലല്ലോ. ഈ രാജ്യസഭാ സീറ്റിന്റെ നിർദ്ദേശം കോൺഗ്രസ് മുന്നോട്ട് വെച്ചു എന്ന് പറയുന്നുണ്ട്. അല്ലല്ല, അതെല്ലാം നിങ്ങൾ കൊടുക്കുന്ന വാർത്തകളല്ലേ. ഞങ്ങൾ തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾ ഞങ്ങൾക്കെല്ലാം അറിയുള്ളൂ. അല്ല, അതങ്ങനെ അത്ര വിശദാംശങ്ങൾ പറയാമെങ്കിൽ വന്ന അതിന്റെ റിസൾട്ട് വന്ന് പറയുമല്ലോ. 27-ാം തീയതി ഞങ്ങളുടെ ചർച്ച പൂർത്തിയായി. പിന്നെ ഇതിന് പാർട്ടികളുടെയൊക്കെ പാർട്ടി നേതൃത്വമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പല്ലേ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദേശീയ പാർട്ടിയല്ലേ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെച്ച് മുന്നണിയിലെ കക്ഷികൾ വെച്ച് തമ്മിൽ നടത്തുന്ന സീറ്റ് ചർച്ചകളെ സംബന്ധിച്ച് കോൺഗ്രസിന് അതിന്റെ ദേശീയ നേതൃത്വത്തെ അറിയിക്കേണ്ടതുണ്ട്. അവർക്കാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് കൂടിയായ സാദിഖ് അലി ശിഹാബ് നമ്മുടെ സ്ഥലത്തില്ല. അദ്ദേഹം നാളെ രാത്രിയിലെ അദ്ദേഹം എത്തിച്ചേരുള്ളൂ. മറ്റന്നാളെ ചർച്ച നടക്കും. അപ്പൊ അത് ഫൈനൽ കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച പൂർത്തിയായിട്ടുണ്ട്. ഞങ്ങൾ സംതൃപ്തരാണ്. ഞങ്ങൾ രണ്ടു കൂട്ടരും സംതൃപ്തരാണ്. ഞങ്ങളെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അല്ലല്ലേ മാത്രം പറയണത്. ഞാൻ UDF ചെയർമാനായിട്ടല്ലേ പറയണത്. UDF സംതൃപ്തമാണ്. വളരെ ഭംഗിയായിട്ട് ചർച്ചകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. നിങ്ങൾ ചില വാർത്തകളൊക്കെ എല്ലാവരും അല്ല, ചിലരൊക്കെ ഇട്ട പോലത്തെ ഒരു വാർത്തകളിലേക്കും ഒന്നും ഒരു കാര്യമില്ല. അപ്പൊ അതൊന്നും ഇനി കൊടുക്കണ്ട, അതൊന്നും കൊടുക്കണ്ട. ഇനി അങ്ങനത്തെ വാർത്തകളൊന്നും കൊടുക്കണ്ട. അതൊന്നും നിങ്ങൾ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യവും നടക്കില്ല. നെഗറ്റീവായിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടക്കണ്ടല്ലോ, അതൊന്നും നടക്കില്ല. എല്ലാം പോസിറ്റീവാണ്. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, ലീഗ് നേതാക്കൾ തന്നെ വ്യക്തമാക്കിയല്ലേ, വളരെ പോസിറ്റീവാക്കി, വളരെ ഭംഗിയാക്കി. ഞങ്ങൾ എത്ര വർഷത്തെ ബന്ധമുള്ള രണ്ട് സഹോദര പാർട്ടികളാണ്, എത്രയോ വർഷത്തെ ബന്ധമുള്ള. ഞങ്ങൾ അധികം സമയമൊന്നും എടുത്തില്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. വേറെ കാര്യങ്ങളാണ് ഞങ്ങൾ കൂടുതൽ സംസാരിച്ചത്. ഞങ്ങൾ പറയേണ്ട കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് പൂർണ്ണമായ വിശ്വാസത്തോടു കൂടിയും ബഹുമാനത്തോടു കൂടിയാണ്. ഞങ്ങളുടെ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കക്ഷിയാണ് ലീഗ്. അതനുസരിച്ച് ഭംഗിയായിട്ട് ചർച്ചകളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. നിങ്ങളാണെങ്കിൽ ബോഡി ലാംഗ്വേജ് കൂടി നോക്കണമല്ല. അല്ലല്ല, അത് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും അവര് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അവരും ഉൾക്കൊള്ളുന്നുണ്ട്. അങ്ങനെയല്ലേ ഉഭയകക്ഷി ചർച്ച എന്നാണ് ഇതിന് പറയുന്നത്. അത് പണ്ടുപോലെ ഇങ്ങനെ നടക്കുവാണല്ലോ, ഇങ്ങനെ പുറകെ നടക്കുവാണല്ലോ, പണ്ടുപോലെ ഇങ്ങനെ നടക്കുവാണല്ലോ. സാദിഖ് അലി തങ്ങൾ പറഞ്ഞല്ലോ, UDF തുടരാൻ 1000 കാരണങ്ങളുണ്ട്, LDF പോകാൻ ഒരു കാരണമില്ല എന്ന് പറഞ്ഞിട്ടും പിന്നെയും പുറകെ നടക്കുമല്ലേ. അത് കുഴപ്പമില്ല, അത് നടക്കട്ടെ. എന്റെ ഇന്ന് അത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. എന്നെ ഇയാൾക്ക് ഒരുപാട് വർഷമായിട്ട് അറിയാവുന്നതല്ലേ. അങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചാൽ ഞാൻ പറയും, നമ്മൾ പറഞ്ഞത് വളരെ കൃത്യമാണ്. വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടി ആവർത്തിച്ച് പറയാം. വളരെ ഭംഗിയായിട്ട് ചർച്ചകൾ പൂർത്തിയാക്കി, എല്ലാ ചർച്ചയും പൂർത്തിയാക്കിയിട്ടുണ്ട്. ധാരണ പൂർത്തിയാവുക. പിന്നെ അല്ല, ഞങ്ങൾക്കും അവർക്കും അവരുടെ നേതൃത്വമായിട്ട് ചർച്ച ചെയ്തിട്ട് ഫൈനലായിട്ട് പറയാൻ പറ്റുള്ളൂ. അത്രയേ ഉള്ളൂ. അത് 27-ാം തീയതി പറയും. ഇല്ല, ചർച്ച ഓൾമോസ്റ്റ് പൂർത്തിയായി. പ്രതിപക്ഷ VD സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാം ഹാപ്പിയാണ്, എല്ലാം പോസിറ്റീവാണ്. എന്നാൽ ഒന്നും വിട്ടു പറയുന്നില്ല പ്രതിപക്ഷ നേതാവ്. ലീഗ് തീരുമാനം മറ്റന്നാൾ അറിയിക്കും. പക്ഷേ 3-ാം സീറ്റില്ല എന്ന് മുസ്ലിം ലീഗിന് 3-ാം സീറ്റില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം ലീഗിനെ അറിയിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. രാജ്യസഭാ സീറ്റ് നൽകാം എന്നുള്ളതാണ് അതിന് പറയുന്ന സമവായ നിർദ്ദേശം. രാജ്യസഭാ സീറ്റ് നേരത്തെ ലീഗിൻ്റെ സീറ്റായിരുന്നു, ആന്റണിക്ക് വേണ്ടി മാറിക്കൊടുത്ത സീറ്റാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചകളിലൊക്കെ ലീഗ് സിമ്പതൈസേഴ്സ് പറയുന്നുണ്ട്. എന്തായാലും ആ രാജ്യസഭാ സീറ്റ് തിരികെ നൽകാമെന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും 27-ാം തീയതി ഇരു പാർട്ടികളുടെയും നേതൃത്വമൊക്കെ ആലോചിച്ചിട്ട് ഫൈനൽ തീരുമാനം പ്രഖ്യാപിക്കും സാദിഖ് അലി തങ്ങൾ എന്നാണ് അറിയാനും കഴിയുന്നത്. എന്നാൽ എല്ലാം പോസിറ്റീവാണ്, നെഗറ്റീവായി ഒന്നുമേ ഇല്ല എന്ന് പറയുകയാണ് പ്രതിപക്ഷ നേതാവ്. ഈ രാജ്യസഭാ സീറ്റിൻ്റെ കാര്യം എടുത്ത് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ടെങ്കിലും രാജ്യസഭാ സീറ്റ് എന്നുള്ള നിർദ്ദേശത്തിൽ 3-ാം സീറ്റ് എന്നുള്ള ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നു ലീഗ് എന്ന് വേണം മനസ്സിലാക്കാൻ. ലീഗ് തീരുമാനം മറ്റന്നാൾ അറിയിക്കും. എന്തായാലും
യു ഡി എഫിൽ അടുത്ത കാലത്തുണ്ടായിരുന്ന വലിയ ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ CPM അതിൻ്റെ സ്ഥാനാർത്ഥികളെയൊക്കെ LDF അതിൻ്റെ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ചു വളരെ ശക്തമായി മുന്നോട്ട് പോകുന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസിൻ്റെ ലീഗിൻ്റെ 3-ാം സീറ്റ് അടക്കം വലിയ പ്രതിസന്ധിയായി UDF നിന്നിരുന്നു. അതിന് പ്രശ്നപരിഹാരമുണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഒരു അനുനയം ഉണ്ടായിട്ട് എന്തായാലും അനുനയം ഉണ്ടായിട്ടുണ്ട്. അതെന്താണ് തീരുമാനം എന്നുള്ളതേ അറിയാനുള്ളൂ. എന്തായാലും ആ പ്രശ്നത്തിന് തൽക്കാലം പരിഹാരം ഉണ്ടാകുന്നു UDF എന്ന് വേണം മനസ്സിലാക്കാൻ. അത് 3-ാം സീറ്റാണെങ്കിലും രാജ്യസഭാ സീറ്റാണെങ്കിലും എന്തായാലും ചർച്ചകൾ പൂർത്തിയാക്കിയിരിക്കുന്നു. 27-ാം തീയതിയാണ് അന്തിമ തീരുമാനം ഉണ്ടാവുക.